ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ, ചില ലക്ഷണങ്ങൾ നിങ്ങളുടെ പെൺമക്കളിൽ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇനി അമ്മമാരായ നിങ്ങളിൽ തന്നെ കാണപ്പെടുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മരുമക്കളിൽ, നിങ്ങളുടെ ചില സുഹൃത്തുക്കളിലോ, അല്ലെങ്കിൽ ചില സ്ത്രീകൾ തമ്മിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ, അത്തരത്തിൽ കേൾക്കുന്നതായിട്ടൊക്കെ ഇതിനുമായിട്ട് സിമിലാരിറ്റി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. കാരണം ചിലപ്പോൾ നമ്മൾ നിസ്സാരമായി ഒഴിവാക്കപ്പെടുന്ന, പ്രത്യേകിച്ച് ചില സ്ത്രീകളൊക്കെ ചെറുതായിട്ട് വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യില്ല, അത് തള്ളിക്കളയും, അത് വേറെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ, അത് അങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ പിന്നീടായിരിക്കും ഇത് അതിവേഗത്തിലായിരിക്കും വ്യാപിക്കുക, വലിയ മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ പോവുക. അപ്പം അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് യൂട്രസിൽ ഉണ്ടാകുന്ന മുഴകളെക്കുറിച്ച്. അപ്പം സ്വാഭാവികമായിട്ടും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ചില സമയത്ത് ഒരുപക്ഷെ സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമായിരുന്നിട്ട് പോലും അറിയാതെ പോയത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് വേദന സഹിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ കറക്റ്റായിട്ട് അറിയാവുന്നത് കൊണ്ട്. അപ്പം ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, ഇത് അച്ഛന്മാർക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കും കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്കും ഈ പറയുന്ന കണക്ക് പെൺമക്കൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പെൺമക്കൾ ഉള്ളവരുണ്ട്, ഭാര്യമാർ, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മമാർക്ക് പോലും 20 22 ഒക്കെ വയസ്സുള്ള ആൺകുട്ടികൾ, അല്ലെങ്കിൽ 15 വയസ്സുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ അമ്മമാർക്കും ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സ്ത്രീകളാകുന്ന സമയത്ത് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഈ ആർത്തവം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. എല്ലാ മാസത്തിലും റെഗുലറായിട്ട് നടക്കപ്പെടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് അറിയാവുന്ന കാര്യമാണ്, ആ മസിൽ ക്രാമ്പ് ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവുന്നത്, ഇതൊക്കെ സഹജമായിട്ട് അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളിലും പൊതുവെ കാണപ്പെടുന്നൊരു കാര്യമാണ്. പക്ഷേ കൂടുതലായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പെൺമക്കളോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കോ ഭയങ്കരമായിട്ട് ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിൽ കൂടുതലായിട്ട് വയറിൽ വേദന ഉണ്ടാവുന്നു, അതും അസഹനീയമായിട്ടുള്ള രീതിക്ക് ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് നമുക്ക് ഈ പറയുന്ന കണക്ക് ഛർദിലോടുകൂടി അങ്ങനെ കുറേ കാര്യങ്ങൾ ലക്ഷണങ്ങളോടുകൂടി സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതല്ലെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നു എന്ന് നിങ്ങളുടെ പെൺമക്കൾ അതൊക്കെ ചോദിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ മക്കളോട് ചോദിക്കുക. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു മാസത്തിൽ തന്നെ ചിലപ്പോൾ 2 തവണയൊക്കെ ഈ പറയുന്ന മാസമുറ വരിക, അല്ലെങ്കിൽ ഈ പറയുന്ന ആർത്തവം സംഭവിക്കുക, മെൻസസ് സംഭവിക്കുന്ന രീതികളുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളം സംഭവിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ യൂട്രസിന് കാര്യമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്കുള്ള സാധ്യതകളാണ്. നമ്മൾ വിചാരിക്കും കുഞ്ഞല്ലേ, കൊച്ചല്ലേ, ചിലപ്പം അവൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, അവൾക്ക് ചിലപ്പോൾ ബ്ലഡ് ഇല്ലാത്തതായിരിക്കും, ഇങ്ങനെ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിവിടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പോലും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ, അതായത് 3 4 ദിവസം വരെ കഠിനമായിട്ടുള്ള അസഹ്യമായിട്ടുള്ള എല്ലാ മാസങ്ങളിലും ഇത്തരത്തിലുള്ള വേദന, അടിവയറ്റിൽ ഭയങ്കരമായിട്ടുള്ള വേദന വരുന്നു, ഈ പറയുന്ന ആൾക്ക് മസിൽ പിടുത്തം, അല്ലെങ്കിൽ ഛർദ്ദിച്ച് ഭയങ്കരമായിട്ട് അവശയായി വീഴുന്ന അവസ്ഥ, അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് ഇത് റെഗുലറായിട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ആരുമില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും ബോധേടല്ല നമ്മൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ വേദന സഹിച്ച് ഒന്നുകിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് വായു കയറിയതാണെന്നൊക്കെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ, ഈ പ്രായമുള്ള ആൾക്കാർ പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, വായു പോകാനുള്ള എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, അന്നൊക്കെ കാലത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ മെറിൻ്റെ പോലുള്ള കാര്യങ്ങൾ 7 up ഒക്കെ മേടിച്ച് കുടിക്കും. അപ്പം നമുക്കറിയാം വായു പോവും. അപ്പം നമുക്കൊരു ആശ്വാസം, തീർന്നു. അല്ലെങ്കിൽ പെയിൻ കില്ലർ വാങ്ങി തിന്നിട്ട് സ്കൂളിലും കോളേജിലൊക്കെ പോകണമല്ലോ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പിന്നീട് കല്യാണത്തിലേക്ക് പോകുന്നു. അതിന് ശേഷമായിരിക്കുമല്ലോ മിക്കപ്പോഴും നമ്മൾ ഈ സ്കാനിങ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ശാരീരികമായിട്ടുള്ള ടെസ്റ്റുകളോ ഇങ്ങനത്തുള്ള കാര്യങ്ങളോ നടത്താറില്ല. പക്ഷേ ഇനിയെങ്കിലും അത് ചെയ്യുക. കാരണം ഞാൻ പോകുന്ന ടൈമിൽ പോലും ഏകദേശം 16 വയസ്സ് 17 വയസ്സുള്ള പെൺകുട്ടികൾ നിരന്നവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിൽ 2 3 കുട്ടികൾക്ക് എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ ഞാൻ കണ്ടതാണ്. സ്കാനിങ് റിപ്പോർട്ടിൽ വന്ന കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അസഹ്യമായിട്ടുള്ള വേദനയാണ്. അതിൻ്റെ അവസാനമായിട്ട് വരുന്നത് യൂട്രസ് സ്കാനിങ്ങിന് ശേഷം ഫൈബ്രോയിഡ്സ് ഉണ്ട്, മുഴകളുണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്, പല രീതിക്ക്. അതിലെനിക്ക് ഏറ്റവും സങ്കടമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി, 18 വയസ്സ് എന്തോ കഴിഞ്ഞ് 19 എന്തോ ഉള്ളൂ. അത് മാത്രമല്ല ആ കുട്ടിയുടെ കാല് വയ്യാത്താണ്, നടക്കാൻ കഴിയില്ല, വികലാംഗിയാണ് ആ പെൺകുട്ടി. അപ്പം ഒരു പയ്യൻ, അടുത്തുള്ള ഏത് പയ്യനാണ്, കല്യാണം കഴിച്ച് അവർ 1 മാസം എന്തോ ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ വയറുവേദനയെ തുടർന്ന് എന്തോ വന്നെയാണ്, സ്കാനിങ് ചെയ്തതാണ്. അപ്പം എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊച്ചിന് ഇതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്കാനിങ്ങിലൂടെ ഡോക്ടർ പറഞ്ഞത് യൂട്രസ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, കാരണം മുഴ വലുതായിപ്പോയി, അതിൻ്റെ വേരുകൾ ഇറങ്ങിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഭയങ്കരമായിട്ട് ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ക്യാൻസറിലേക്ക് മറ്റും പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് യൂട്രസ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലാതെ ഒരു മാർഗ്ഗമില്ല. ഒന്ന് ആലോചിക്കുക, 19 വയസ്സ് മാത്രമുള്ള ഒരു പെൺകൊച്ച് കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം. നമുക്കറിയാം ഏതൊരു സ്ത്രീക്കും അമ്മയാകുക എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. അതൊരു വല്ലാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ആ ഒരു കാര്യത്തിനെയാണ് എടുത്ത് കളയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കുറേയധികം മാനസികമായിട്ട് തകരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് തന്നെ പോകാൻ പറ്റുന്ന ഒരു രീതി, ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിലെ തന്നെ കൊച്ചുങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ഇത് നിരന്തരമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ, കാരണം മക്കളെ ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് കെയർ ചെയ്യുക. കുറച്ച് ഈ പറഞ്ഞ ചൂടുവെള്ളം കൊടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കെയറിങ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടുതലായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. കാരണം ഇപ്പോൾ സ്ത്രീകൾ ഇത് എന്ന് പറയുന്നത് പണ്ടൊക്കെ അത്യപൂർവമായിട്ടാണ് യൂട്രസ് എടുക്കുക അല്ലെങ്കിൽ മുഴ എന്ന് പറയുന്നൊരു സംഭവമാണെങ്കിൽ ഇന്നിത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എല്ലാവരിലും കാണപ്പെടുന്ന ഒരു സഹജമായിട്ടുള്ളൊരു സംഭവം പോലെ അങ്ങ് തള്ളുകളാണ്. പക്ഷേ ഇതിൻ്റെ വേദന എന്ന് പറയുന്നത് അസഹ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രം അറിയപ്പെടുന്നതാണ്. കാരണം ഈ നമുക്കറിയുന്ന കാര്യമില്ലേ, നമ്മൾ ഈ പറയുന്ന ബ്ലീഡിങ്ങുമായിട്ട് നിരന്തരമായിട്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു മാസത്തിൽ തന്നെ 2-3 വട്ടമൊക്കെ ബ്ലീഡിങ് ആവുന്ന അവസ്ഥ, അത് ഭയങ്കരമായിട്ട് ഈ പാഡ് പോലുള്ള സാധനങ്ങൾ ഒരു പാഡ് മൊത്തത്തിൽ വെക്കേണ്ടി വരുന്ന അവസ്ഥ, ഒറ്റ ദിവസത്തിൽ തന്നെ ഒന്ന് ബാത്റൂമിലേക്ക് കയറി തിരിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ ദേഹം മുഴുവൻ വീണ്ടും ആവുന്ന ഒരു അവസ്ഥ, ഇതൊന്നും നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. അത് ഓരോരുത്തർക്കും വരുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇങ്ങനത്തുള്ള കുറേ കണ്ടീഷൻസ്, ഇത് പലപ്പോഴും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മേ ബി ഇത് യൂട്രസിൽ ഇത്തരത്തിലുള്ള ഫൈബ്രോയിഡ്സിൻ്റെ കാരണമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇത് ഈ മെൻസസ് ആവുന്നതും ആവാത്തതുമായിട്ടുള്ള സിറ്റുവേഷൻസ്, നമ്മുടെ ഹോർമോൺ കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള ചില ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ആ ഹോർമോൺ ചേഞ്ചസ് അല്ലെങ്കിൽ ഇംബാലൻസിൻ്റെ ഫലമായിട്ട് ഈ PCOD അല്ലെങ്കിൽ PCOS പോലെ ചില അവസ്ഥകളുണ്ട്. ഇതാണ് ചിലപ്പം കുഞ്ഞുങ്ങളെ ഈ പറയുന്ന അല്ലെങ്കിൽ സ്ത്രീകളിലേക്ക് ഈ പറയുന്ന പീരീഡ്സ് കറക്റ്റ് ആ സമയത്ത് ആവാത്തത്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആവുന്നത്, ഇങ്ങനെ കുറേ കണ്ടീഷൻസിലേക്ക് പോകുന്നതിന് കാരണമെന്ന് പറയുന്നത്. അപ്പം ഇതും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യപ്പെടേണ്ട ഒരവസ്ഥയാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിലെ തന്നെ ഇത്തരത്തിലുള്ള ഹോർമോൺ ബാലൻസിങ്ങിലുള്ള ഗുളികകളോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നീട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം ഒരു കുഞ്ഞെന്നുള്ള ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സ്കാനിങ്ങിന് വേണ്ടി മാത്രം ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ട് പെൺകുട്ടി പോകുന്ന സമയത്ത് അപ്പോഴുണ്ടാവുന്ന, പെട്ടെന്ന് അവർക്കത് ഷോക്കായിട്ട് മാറും സ്വാഭാവികമായിട്ട്. കാരണം കുഞ്ഞ് ഇത്തരത്തിലൊരു മുഴ, ഇത് രണ്ടും കൂടെ കേൾക്കുന്ന സമയത്ത് ചില സിറ്റുവേഷൻസ് ഭയങ്കര മാരകമായിട്ടുള്ള അവസ്ഥയിലൂടെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ തന്നെ പറയും, സജസ്റ്റ് ചെയ്യും കുഞ്ഞിനെ പറ്റില്ല എന്നുള്ള കണ്ടീഷനിലേക്ക്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പലർക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി ചെയ്യുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇനി മറ്റൊരു സിറ്റുവേഷൻ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വെക്കുകയാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മരുമക്കളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളുമാരുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ യൂട്രസിൽ മുഴയും മറ്റു കാര്യങ്ങളും കൂടെ ഉണ്ട് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം പെട്ടെന്ന് തന്നെ ഈ പറയുന്ന അവർക്ക് നമുക്കറിയാമല്ലോ, പ്രസവം കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തെ അല്ലെങ്കിൽ 1.5-3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ചിലപ്പം ചിലരിൽ ഈ മുഴകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫൈബ്രോയിഡ്സ് പൊട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് മെൻസസ് സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ കുഞ്ഞിനെ നോക്കുക, ഈ പറയുന്ന എന്താ പറയുന്നത് ഫീഡിങ് ചെയ്യുക, ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കൂടെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാനുള്ള, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സമയത്ത് ചിലവർക്കത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ട് പറയും. ചിലർക്ക് പുച്ഛമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. പണ്ട് ഞങ്ങൾ 10 പെറ്റിട്ടുണ്ട്, ഞങ്ങൾ 12 പെറ്റിട്ടുണ്ട് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലങ്ങൾ മാറുന്നതനുസരിച്ച് ജീവിത സാഹചര്യങ്ങൾ മാറുന്നുണ്ട്, നമ്മുടെ ബോഡി ബാലൻസിങ് മാറുന്നുണ്ട്, നമ്മുടെ കഴിക്കുന്ന ഫുഡിൽ വരുന്നതായിട്ടുള്ള കുറേ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ കുറേ അധികം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലൊക്കെ മാറ്റം വരും വർഷങ്ങൾ പോകുന്നതനുസരിച്ച്. പഴയ സ്ത്രീകളല്ല ഇന്നത്തെ സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് കൂടെയുള്ളവർ, ഇപ്പോൾ സ്വന്തം വീട്ടുകാരായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലും ഭർത്താവായാലും അവരെ ഏറ്റവും നല്ല ആൾക്ക് കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ് ഈ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവർ ഈ പറയുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടാണ് അവർ വരുന്നതെന്ന് പറയുന്നത്. അവരുടെ ഉദരത്തിൽ നിന്ന് മറ്റൊരു കുഞ്ഞിന് കൊടുക്കുകയാണ് ജന്മം. അതിനോടൊപ്പം അവർ കഴിക്കുന്ന ഫുഡ് ബാക്കി കാര്യങ്ങളെല്ലാം കൂടാണ് ഈ പറയുന്ന മിൽക്ക് അല്ലെങ്കിൽ ഫീഡിങ് ആയിട്ട് ആ കുഞ്ഞിന് പോകുന്നത്. അപ്പം അവരുടെ ആരോഗ്യമാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് അവർ കഴിക്കേണ്ടതുണ്ട്, അവരുടെ ആരോഗ്യം കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, അവരുടെ ഉറക്കം, ഇതൊക്കെ ഭയങ്കര ഇതായിട്ട് ഇത് കറക്റ്റായിട്ട് നോക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. കാരണം ആ മകൾക്ക് അല്ലെങ്കിൽ ആ മരുമകൾക്ക് കൃത്യമായിട്ട് അവളിലൂടെയാണ് ഞങ്ങളുടെ പരമ്പര നിൽക്കുന്നത്, അല്ലെങ്കിൽ അവൾ ഞങ്ങൾക്ക് മകൾ പോലെയാണെന്ന് കണക്കാക്കപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊക്കെ നോക്കും. ഇതൊന്നും അറിയാതെ പോകുന്ന ചില ആൾക്കാരുണ്ട്. ചിലർക്ക് സ്വയമേ അറിയില്ല, കാണുന്നവർക്കും അറിയില്ല, ഇവിടെ എന്തായി കാണിക്കുന്നതെന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. ആ പെൺകുട്ടികൾക്കും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. ഈ മൂഡ് സ്വിങ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം ഇവർക്ക് ഉറക്കം കിട്ടാതെ പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും. കുഞ്ഞിനോട് ദേഷ്യം കാണിക്കുന്നതായിട്ട് തോന്നുവാണെങ്കിൽ
മനസ്സിലാക്കുക അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്, അതിനനുസരിച്ചുള്ള സാഹചര്യത്തിലൂടെ കൂടെ നിൽക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഭ്രാന്താണോ, അയ്യോ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ ഭ്രാന്താണെന്ന് പറയില്ല. ഇങ്ങനെ കുറേ വല്ലാത്ത രീതിയിലൂടെ സഞ്ചരിക്കുന്ന കുറേയധികം വിവരമില്ലാത്ത രീതിക്ക് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒരു സിറ്റുവേഷനാണ്. അതിനെ ഓവർകം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്ന പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അത് കൺസിഡർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഹോർമോൺ ഇംബാലൻസിങ്ങിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂട്രസിലെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ കൂടെ ഇതും കൂടെ വരുന്ന സമയത്ത് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് കൃത്യസമയത്ത് ക്യൂർ ചെയ്തില്ലെങ്കിൽ, ഡോക്ടറെ കാണിച്ച് കൺസൾട്ട് ചെയ്ത് ഇത് കൗൺസിലിംഗ് കൊടുക്കുക അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡോക്ടേഴ്സ് തന്നെ പറയുന്നിട്ടുണ്ട്, ചിലപ്പോൾ അതൊരു 1.5 വയസ്സ് കുഞ്ഞിൻ്റെ ആ ഒരു ടൈം വരെ കാണുള്ളൂ. അതെന്ന് പറയുന്നത് കറക്റ്റായിട്ട് ചിലവരിൽ മാറിപ്പോകുമായിരിക്കും, ചിലവരിൽ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ചില ആൾക്കാരിൽ അറിയപ്പെടാതെ പോകുന്ന സമയത്ത് ചിലപ്പം ഇത് മാരകമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് അവരുടെയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റേതായിട്ടുള്ള ഈ പറയുന്ന സ്നേഹം, വാത്സല്യം, അതിൻ്റെ കരുതൽ, ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, ചേഞ്ചുകൾ വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ കുറേ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് അയ്യോ പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ ജീവനെ സംരക്ഷിച്ച് പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ പരം വലിയൊരു കാര്യം ഈ ലോകത്തിൽ വേറെ ഒന്നും ഇല്ലാത്തൊരു ഇതാണ്. കാരണം ഒരു ജീവനെ നിലനിർത്താൻ കഴിയുന്നത് എപ്പോഴും നമ്മൾ പറയില്ലേ, ദൈവം, അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നതാണ്. ഇങ്ങനെ പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന പല തരത്തിലുള്ള ആൾക്കാർ കാണും. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ളവരുടെ വാർത്തകൾ കേട്ട് അയ്യോ എന്ന് വിൽക്കുന്നത് ആ എടുക്കുന്ന ടൈമിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടുതൽ കെയർ ചെയ്യുക, അവരെ ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക, അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക. ഇത് എപ്പോഴും കൊടുക്കാൻ പറ്റുന്നത് കൂടുതലും ഭർത്താവിനായിരിക്കും. കാരണം എപ്പോഴും അവരുടേതായിട്ടുള്ള കുഞ്ഞ്, അപ്പോൾ അവരുടെ ചോര, അപ്പം അവർക്കുണ്ടാവുന്ന ആ ടൈമിൽ കിട്ടേണ്ടതായിട്ടുള്ള ചില ഈ പറയുന്ന സപ്പോർട്ടുണ്ട്, മെൻ്റൽ സപ്പോർട്ടുണ്ട്. ആ മെൻ്റൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് ഒരു പകുതിയിലധികം പ്രശ്നങ്ങളും അവർക്ക് മാറിപ്പോകുന്നതായിരിക്കും. അവർക്ക് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാനും മുന്നോട്ട് പോകാനും കഴിയും. പല സിറ്റുവേഷൻസും ഈ ഭർത്താക്കന്മാർക്ക് കറക്റ്റായിട്ടുള്ള ടൈമിൽ അവർക്ക് സംസാരിക്കാൻ പോലും ടൈം കിട്ടാതെ, അല്ലെങ്കിൽ ഉണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് ആ ടൈം സ്പെൻഡ് ചെയ്ത് ചിലവഴിച്ച് കളയുകയും, കളിച്ചോ ചിരിച്ചോ അല്ലെങ്കിൽ പലതരത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയോ ചെയ്തിട്ട് ഈ പറയുന്ന ഭാര്യയോട്, തൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ ഒരു സ്ത്രീയാണ് അവിടെ വീട്ടിലുള്ളതെന്ന് പോലും ചിന്തിക്കാതെ ഒരു ദിവസത്തിൽ ഒരു 2 മിനിറ്റ് പോലും അവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതെ അല്ലെങ്കിൽ അവരോട് ചെലവിടാൻ സമയം കണ്ടെത്താത്ത ചില ആൾക്കാർ, അവരായിരിക്കും ഒരുപക്ഷെ ഈ സ്ത്രീയെ മാരകമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള, എനിക്ക് കഴിഞ്ഞ ദിവസം സംഭവിച്ച, ഇതൊരു ന്യായീകരണമൊന്നുമല്ല, പക്ഷേ ആ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ, ആ കുഞ്ഞിനെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അവരിലും ഇതിൻ്റേതായിട്ടുള്ള എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാൾ സംസാരിക്കുന്ന രീതിയൊക്കെ വെച്ചിട്ട് പൂർണ്ണമായിട്ട് ആ സ്ത്രീയെ ഇതായിട്ട് പറയില്ല, ആ സ്ത്രീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങൾ, നേരെയുള്ള സ്ത്രീകളെ പോലും ഭയങ്കര മെൻ്റലി ഹെൽത്തുള്ള അല്ലെങ്കിൽ നല്ല രീതിക്ക് മാത്രം ജീവിച്ചിട്ടുള്ള, നല്ല രീതിയിൽ മാത്രം എല്ലാത്തിനെയും ചിന്തിച്ചിട്ടുള്ള സ്ത്രീകളെ പോലും ഒരുപക്ഷെ ഈ കാര്യങ്ങൾ തകർച്ചയിലേക്ക് എത്തിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് അറിയുന്ന കാര്യമുള്ളൂ, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും അവളുടെ വീട് എന്ന് പറയുന്നത്, അവൾ ഒരിക്കലും അതിനൊരു ആൻസർ ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് പോകണമെന്ന് പറയുന്നത്. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ചിലർക്ക് മാത്രം ഉണ്ടാകുമെന്ന് പറയുന്നത്, എവിടെയാണ് അവളുടെ വീട് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ ജനിക്കുന്നത് ഒരു വീട്ടിൽ, ഒരു പ്രായപൂർത്തിയായി ഇത്ര സമയത്തുള്ള അവൾ മറ്റൊരു വീടിൻ്റെതായിട്ട് മാറുന്നു. അപ്പം പറിച്ചു നടലാണ് സംഭവിക്കുന്നത്. അതുവരെ മാത്രം ജീവിച്ചു വന്ന തൻ്റെ ജീവിതം, തൻ്റെ അമ്മ, അച്ഛൻ, കൂടപ്പിറപ്പുകൾ, ചുറ്റുപാടുകൾ, ഇതിൽ നിന്ന് പെട്ടെന്ന് ഒരു പറിച്ചു നടൽ മറ്റൊരു കുടുംബത്തിലേക്ക് മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പെൺമക്കളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പെൺമക്കൾ വളർന്നു വരുന്ന സമയത്തെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട പെണ്ണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നിൻ്റെ വീടല്ല, നീ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ്. ഇനി അവിടെയാണെങ്കിലോ അവിടെ പറയുന്നത്, നീ നിൻ്റെ വീട്ടിൽ കാണിക്കുന്ന പോലത്തെ കാര്യങ്ങൾ ഇവിടെ ചെയ്യരുത് എന്നുള്ള രീതിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുന്ന സമയം ഉണ്ടാവല്ലോ, ഇതായിരിക്കും പറയുന്നത്. അപ്പം അതും അവളുടെ വീടല്ല. അപ്പം ഇവളുടെ വീട് ഏത്, ഒരു പെണ്ണിൻ്റെ വീട് ഏതെന്നൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും പെണ്ണിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കിട്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം കുടുംബവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെന്ന് കയറുന്ന കുടുംബവും ഭയങ്കര പൊന്നുപോലെ നോക്കപ്പെടുന്ന ചില പെൺകുട്ടികളുണ്ട്. അത് ഭാഗ്യമേറിയ പെൺകുട്ടികളെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അത് കിട്ടട്ടെ എല്ലാവർക്കും, അല്ലെങ്കിൽ കിട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ശ്രമിക്കുക എന്നൊരു സംഭവമാണ്. അപ്പം
ഇതുപോലെ കുറേ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഭർത്താവാണ്. അപ്പോൾ ആ ഭർത്താവാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത്. അവളുടെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെ വിട്ടെറിഞ്ഞ് ഞാനെന്ന് പറയുന്ന എന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം അവൾക്ക് അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതിവിടെ തന്നെ വീണ്ടും തുടർന്ന് പോകാനുള്ള ഒരു സംരക്ഷിത കവചം എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഒരു സ്നേഹ കവചമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ആ ഭർത്താവിലൂടെ മാത്രമാണ് കഴിയപ്പെടുന്നത്. അപ്പം പലരും അതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട് സ്വാഭാവികമായിട്ട്. ഇത് മനസ്സിലാകുന്ന വെച്ചാൽ പെണ്ണിനെ തലക്കേറ്റി ഇരുത്തണം എന്നൊരു സംഭവത്തിലുള്ളതല്ല ഞാൻ പറയുന്നത്. ഒരു പരിഗണനയും കൊടുക്കപ്പെടാതെ പോകുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലായിരിക്കും ഒരു പക്ഷേ ചില ആത്മഹത്യകൾ, നേരത്തെ പറഞ്ഞ പോലെ ഷൈനിയുടെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2 പെൺകുട്ടികളെയും കൊണ്ടുപോയി ട്രെയിന് മുന്നിൽ. അപ്പം ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടാകുന്നത്. അതിലപ്പുറത്തേക്ക് സ്ത്രീകൾ ചെയ്യുന്ന കുറേയധികം തോന്നിവാസങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിനെ പറ്റിയും ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ആയതുകൊണ്ടാണ് ഈ ഒരു സംഭവം കൂടി സൂചിപ്പിച്ചത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒട്ടും വിചാരിക്കുന്ന പോലെ അല്ല ഈ വേദന എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ടൈം ആവുന്ന സമയത്തെ പെൺകുട്ടികളിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പെട്ടെന്ന് തന്നെ കാര്യങ്ങളിൽ ദേഷ്യം അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായിട്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് നോക്കുക. ഇതുപോലെ അസഹ്യമായിട്ടുള്ള വേദനകൾ അവർ സഹിക്കുന്നുണ്ടെങ്കിൽ, അതും ചെറിയ പ്രായമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യിപ്പിക്കുക. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുഴകൾ തിരിച്ചറിയപ്പെടാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വർഷങ്ങൾ പെട്ടെന്നായിരിക്കും, ചുരുങ്ങിയ കാലയളവിലായിരിക്കും ശരീരം ആസകലം വ്യാപിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടേതാണ് ബന്ധങ്ങൾ, നമുക്ക് മൂല്യമുള്ളതാണ് ബന്ധങ്ങൾക്കെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കെയർ ചെയ്യുക, അതിനുവേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക.